ഹലോ, വെൽക്കം ബാക്ക് ടു ഡ്രീം കളക്ഷൻസ്. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു കോയിനും ക്രോസ് ലോക്കറ്റ്സും, അതായത് കുരിശും കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കോയിൻ എന്ന് പറയുമ്പോൾ കോയിനിൽ പല പാറ്റേൺ വരുന്നുണ്ട്. ലക്ഷ്മി വരുന്നുണ്ട്, ഗുരുവായൂരപ്പൻ വരുന്നുണ്ട്, പിന്നെ എന്തുട്ടാണ് നമ്മളുടെ വേളാങ്കണ്ണി മാതാവ് വരുന്നുണ്ട്, പിന്നെ കുതിരപ്പവൻ വരുന്നുണ്ട്. അങ്ങനെ കുറേ പാറ്റേൺ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫോട്ടോസ്. അപ്പോൾ ഞാൻ സാധാരണ കാണിക്കണ പോലെ ആദ്യം ഗുരുവായൂരപ്പൻ, പിന്നെ അത് ലക്ഷ്മി വന്നു. അപ്പോൾ ലക്ഷ്മിയുടെ ഇങ്ങേ വശമാണ് കാണിച്ചേക്കേണ്ടത്. അപ്പോൾ ഫോട്ടോസ് കറക്റ്റ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാര്യങ്ങളറിയാം. അപ്പോൾ അത് പല വലിപ്പത്തിലാണ്, 1 പവൻ്റെ, അരപ്പവൻ്റെ, കാപ്പവൻ്റെ, പിന്നെ വളരെ കനം കുറഞ്ഞ പാറ്റേൺ, തകിട് പോലെയുള്ളത്, അങ്ങനെ ഓരോന്നാണ്. അപ്പോൾ അത് ഞാൻ വീഡിയോയിൽ വിശദമായിട്ട് പറയാം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ കോയിനിൽ വരുന്നത്. ഇത് വേളാങ്കണ്ണി മാതാവ് കോയിന് വരുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇതിപ്പോൾ സ്റ്റോക്ക് കഴിഞ്ഞതുകൊണ്ടാണ് അത് ഇതിൽ കാണിക്കാത്തത്. പിന്നെ വരുന്നത് നമ്മളുടെ കുരിശുകളാണ്. കുരിശ് ഈ പറഞ്ഞ പോലെ കുറേ പാറ്റേൺ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ താലിയുടെ പാറ്റേണിലും വരുന്നുണ്ട്. അപ്പോൾ താലി ഞാൻ വേറൊരു അവസരത്തിൽ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. താലിയുടെ ഉള്ളിൽ കുരിശ് വരുന്ന പോലത്തെ ഉണ്ട്. ഇത് മുഴുവൻ സ്റ്റോൺസ് ഉള്ള കുരിശാണ്. പിന്നെ വരുന്നത് സാധാരണ ഇങ്ങനെ എന്താ പറയുക, ഡിസൈനുള്ള കുരിശ്. അത് തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ പ്ലെയിൻ കുരിശാണ്. ഇപ്പോൾ ഇതിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ചിലർ പറയും ഞങ്ങൾക്ക് പ്ലെയിൻ മതി എന്ന് പറയും. അപ്പോൾ അതങ്ങോട്ട് മറച്ച് വെച്ചാൽ പ്ലെയിൻ കുരിശാണ് കേട്ടോ. ഡബിൾ സൈഡ് യൂസ് ചെയ്യുന്നതാണ്. ഇത് വളരെ കുഞ്ഞിതാണ്. ഞാൻ ഇന്നലെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. വളരെ കുഞ്ഞിയ കുരിശാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇത് ഞാനൊരു സെപ്പറേഷന് വേണ്ടിയിട്ട് ഇങ്ങനെ വെക്കേണ്ടതാണ് കേട്ടോ. ഇതുവരെയുള്ളത് ഫോട്ടോസാണ്. ഇനി ഇവിടെ അങ്ങോട്ട് ഉള്ളതാണ് വീഡിയോസ്. അപ്പോൾ നമുക്ക് വീഡിയോസ് ഒന്ന് നോക്കാം. അപ്പോൾ അത് ഇതിൽ ഗുരുവായൂരപ്പൻ്റെ ലോക്കറ്റ് ഉണ്ട്, കുതിരപ്പവനുണ്ട്, വേളാങ്കണ്ണി മാതാവിൻ്റെ ലോക്കറ്റുകളുണ്ട്, ലക്ഷ്മിയുടെ ലോക്കറ്റുകളുണ്ട്, പിന്നെ നമ്മളുടെ കുരിശുകളുണ്ട്. അപ്പോൾ ഞാനിതിങ്ങനെ കാണിക്കുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ കുറച്ചും കൂടി ഒരു എളുപ്പമുണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇത് നമ്മളുടെ ഗുരുവായൂരപ്പൻ്റെ ലോക്കറ്റാണ്. ഏറ്റവും അടിയിലുള്ളത് നല്ല വലുപ്പമുണ്ട്. ഒരു പവൻ്റെ വലുപ്പത്തിനേക്കാളും കുറച്ചുകൂടി വലുപ്പമുണ്ട്. ഉള്ളിങ്ങനെ തകിട് പോലെയാണ്. നിങ്ങൾ കണ്ടില്ലേ? ഇത് അങ്ങനെയല്ല, വളരെ നൈസായിട്ടുള്ള സംഭവമാണ്. എന്നാൽ എന്താ പറയുക, കണ്ടോ, ഇത് കാണുമ്പോൾ മനസ്സിലാവില്ലേ? എനിക്കിത് ശരിക്ക് എടുക്കണോടുകൂടി വോയിസ് ഓവർ കൊടുക്കണം എന്നാണ്. പക്ഷേ കുട്ടികളുടെ ഈ ബഹളവും കാരണം എനിക്ക് പറ്റാത്ത കാരണമാണ് കേട്ടോ. ഇത് നമ്മുടെ ഒരു അരപ്പവൻ കോയിൻ്റെ വലിപ്പം. ഇത് നമ്മളുടെ ഒരു കാപ്പവൻ്റെ കോയിൻ്റെ വലിപ്പം. അത് വളരെ കനം കുറവാണ്, കാണാൻ നല്ല ഭംഗിയാണ്. കുട്ടികളുടെ മാലയമലിക്കൊക്കെ പറ്റിയതാണ് അത് കേട്ടോ. തീരെ വെയിറ്റും ഇല്ല. ഇത് നമ്മളുടെ ഏറ്റവും വലിയതിൻ്റെ പോലത്തെ ഏറ്റവും കുഞ്ഞിത് തകിട് പോലെയുള്ളത് കണ്ടോ. ഇങ്ങനെയാണ് അത് വരുന്നത്. അപ്പോൾ ഇത് വലുതും അത് ചെറുതും. അപ്പോൾ കുട്ടികളുടെ മാലയ്ക്കൊക്കെ ഇടാൻ നല്ലതാണ്. ഇത് അതുപോലെ ഇനി ലക്ഷ്മിയും ഈ പറഞ്ഞ പോലെ തന്നെ ലക്ഷ്മി ഫുൾ കോയിനാണ് കേട്ടോ. നമ്മുടെ 1 പവൻ്റെ കോയിൻ ഉണ്ടല്ലോ, ഇത് മാത്രമാണ് ഒരു ഇത്തിരി കനം കുറഞ്ഞ തകിട് പോലെയുള്ളത്. ബാക്കിയൊക്കെ കോയിൻ ടൈപ്പാണ്. അതിൻ്റെ കുഴ കണ്ടറിയാം. ആ കുഴ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൊളുത്തിടുന്ന ഭാഗം, അത് കണ്ടറിയാം കനത്തിലുള്ള സംഭവമാണെന്നുള്ളത്. അപ്പോൾ അങ്ങനെ അത് ഒരു വശം. ഇനി ഇത് ലക്ഷ്മിയുടെ തന്നെ കുഞ്ഞിതാണ്, ഈ പറഞ്ഞ പോലെ കൊളുത്തിട്ടിട്ടുള്ളത്. അപ്പോൾ അത് കൊളുത്ത് കാണുമ്പോൾ നിങ്ങൾക്ക് വിചാരിച്ചാൽ മതി, അത്ര കനമില്ലാത്തതാണ്. നിങ്ങൾക്കറിയാലോ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇത് വെറും തകിട് പോലെയാണ് കേട്ടോ. നമ്മൾ നേരത്തെ കണ്ട പോലെ, അതായത് നമ്മുടെ പണ്ടത്തെ ഡോളറിൻ്റെ മിഠായി ഇല്ലേ, അതിങ്ങനെ പൊളിക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ഇതില്ലേ, അതുപോലെയാണ്. അപ്പോൾ ഇതൊക്കെ ചെറിയ ലക്ഷ്മിയാണ്. ഇനി ഇത് വരുന്നത് കുതിരപ്പവൻ. അതായത് കുതിരപ്പവൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ കോയിൻ നമ്മൾ സ്വർണ്ണക്കടയിൽ നിന്ന് എടുക്കുന്നത്. അതായത് 1 രൂപ അല്ലാത്ത കുതിരപ്പവൻ, തലയും അപ്പുറത്ത് കുതിരയുള്ളത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ മറുപുറം ഞാൻ എല്ലാ ഫോട്ടോസിലും എല്ലാത്തിൻ്റെയും മറുപുറം കൂടി ഞാൻ കാണിക്കുന്നുണ്ട്. ചിലതിൻ്റെ എങ്ങനെയാണെന്ന് വെച്ചാൽ തകിട് പോലെയാണ്, ചിലത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ തലയാണെങ്കിൽ അപ്പുറത്ത് കുതിരയാണ്, ചിലത് ജീന്ന് എഴുതിയിട്ടുള്ളതാണ്, അങ്ങനെയാണ്. അപ്പോൾ അത് ഓരോന്ന് ഫോട്ടോസിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശദമായിട്ട് അറിയാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഇത് നമ്മുടെ വേളാങ്കണ്ണി മാതാവിൻ്റെ ഈ പറഞ്ഞ പോലെ സ്റ്റോക്ക് കഴിഞ്ഞിരിക്കുകയാണ്. വലിയ കോയിൻ്റെ വേളാങ്കണ്ണി മാതാവുണ്ട്. പിന്നെ ഇത് തകിട് പോലെയുള്ളത്. പിന്നെ ഇത് ഓവൽ ഷേപ്പ്, നമ്മുടെ കാശുരൂപം എന്നൊക്കെ പറയില്ലേ, സ്വർണ്ണത്തിൻ്റെ കാശുരൂപം എന്ന് പറയുമായിരിക്കും ഏറ്റവും നല്ലത്. അങ്ങനെയാണ് കേട്ടോ ഇത് വരുന്നത്. ഇനി ഇവിടെ അങ്ങോട്ട് കുരിശുകൾ. ഇത് നമ്മുടെ ഈർക്കിളി പോലെയുള്ള കുരിശ്. പിന്നെ ഇത് മറ്റേ തൂങ്ങപ്പെട്ട രൂപമുള്ള കുരിശ്. ഇത് വേറൊരു ഡിസൈനുള്ള കുരിശ്. ഇത് ഭയങ്കര കനാണ് കേട്ടോ, നല്ല കുരിശാണ്. ഇത് അറിയാലോ, ഇത് കുറേ സ്വർണ്ണത്തിൽ ഇഷ്ടം പോലെ വരണതാണ്. സെയിം ഡൈയിൽ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. നല്ല ഫിനിഷിംഗ് ഉള്ള ഒരു ഐറ്റമാണ്. ഇത് ഫുൾ സ്റ്റോൺസാണ് കേട്ടോ. അപ്പോൾ ഇതിൽ റൂബി വൈറ്റ് ഉണ്ട് ഒരു പാറ്റേൺ, ബാക്കിയൊക്കെ വൈറ്റ് സ്റ്റോൺസ്, കൊച്ചു എന്താ പറയുക, AD സ്റ്റോണുകളാണ്, വില കൂടിയ കല്ലുകളാണ് കേട്ടോ. അപ്പോൾ കാണാനും നല്ല ഭംഗിയാണ്. അപ്പോൾ ഇത് നമ്മുടെ സാധാരണ കനം കുറഞ്ഞ കുരിശാണ്.
അപ്പോൾ നിങ്ങളിങ്ങനെ കാണുമ്പോൾ ഡിസൈൻ ഉണ്ട്, ഇപ്പുറത്ത് നോക്കുമ്പോൾ പ്ലെയിൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് വശം വേണമെങ്കിലും ഇടാം. ഡിസൈൻ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പുറത്തിടാം, പ്ലെയിൻ മതിയെന്ന് വെച്ചാൽ തിരിച്ചു വിടാം. ഇതിൻ്റെ ഒരു 3-4 സൈസ് നീളം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ പോകെ മനസ്സിലാവും നീളത്തിൻ്റെ വ്യത്യാസം. നമ്മുടെ ആ കുഷ്യൻ്റെ വരകൾ ഒന്ന് നോക്കി കഴിഞ്ഞാൽ ഏകദേശം ചെറുതും വലുതും മനസ്സിലാവും. ഇത് ഇത്തിരി വലുപ്പമാണെങ്കിൽ അടുത്തത് കണ്ടു വളരെ ചെറുതാണ്, അടുത്തത് അതിനേക്കാളും കുഞ്ഞിതാണ് കണ്ടോ. വളരെ ചെറുതെന്ന് പറഞ്ഞാൽ വളരെ ചെറുതാട്ടോ. കുഞ്ഞുണ്ണികളുടെയൊക്കെ മാലയമ്മലേക്ക് ഇടാൻ പറ്റിയതാണ്. പിന്നെ ഇപ്പോൾ കോളേജ് കുട്ടികൾക്കൊക്കെ ഈ നേരിയ മാലയമ്മ ഒരു കുഞ്ഞു കുരിശൊക്കെ ഇടുന്ന കുട്ടികൾക്ക് പറ്റിയതാണ് കേട്ടോ ഈ കുരിശുകൾ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ കുരിശിൻ്റെയും. അപ്പോൾ നിങ്ങൾക്ക് കോയിൻ്റെ എല്ലാ വിഭാഗവും കണ്ടു, കുരിശുകളുടെയും എല്ലാ പാറ്റേണും കണ്ടു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വേഗം കാണാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ബൈ.